ആദ്യമായി തിരുകുമാരനും കൃപാസന മാതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇന്ന് ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ കാരണക്കാരിയത് എൻ്റെ മാതാവാണ്. ഞാൻ ഷാർജയിലായിരുന്നു. കഴിഞ്ഞ ഒരു 8 മാസത്തോളമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2004 ദുബായിലൊരു പ്രളയം ഉണ്ടായത് കുറച്ച് ആൾക്കാർക്ക് അറിയുണ്ടായിരിക്കും. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ. ആ ബിസിനസ് പൂർണ്ണമായിട്ടും ആ പ്രളയത്തിൽ പോവുകയും ഞങ്ങളൊരു കേസിലകപ്പെടുകയും ഞങ്ങളെ ബാങ്ക് ബാലൻസ് ഞങ്ങൾ ഉണ്ടായിരുന്ന സമ്പത്ത് എല്ലാം അതിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കാറിൻ്റെ റെൻറ്റ് ചെക്ക് കൊടുത്തത് എൻ്റെ പേരിലായിരുന്നു, എഗ്രിമെൻറ്റ് ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു. പക്ഷേ അവരത് ആ ചെക്ക് ബൗൺസ് ആയതോടുകൂടി ബാങ്കിൽ പൈസ ഇല്ലായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി. അപ്പോൾ എൻ്റെ പേരിലായതുകൊണ്ട് ആ ചെക്ക് കേസ് എൻ്റെ പേരിൽ വരികയും എനിക്ക് വിസ അടിക്കാൻ പറ്റാതെയും ചെയ്തു. എൻ്റെ മകളുടെ വിസ എനിക്ക് അടിക്കാൻ പറ്റാതെ വന്നു. 2.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും വിസ അടിക്കാൻ പറ്റാതെ ഒരുപാട് നാൾ, ഈ ഡിസംബർ 27-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതുവരേക്കും ഞങ്ങൾ ഒരു പട്ടിണി വരെ അനുഭവിക്കേണ്ടി വന്ന ഒരു അവസരങ്ങളായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ടൊരു വഴിയില്ലാതെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ കരഞ്ഞ് ഇരുന്ന സമയത്താണ് വാട്സാപ്പിൽ ഒരു ലിങ്ക് കിട്ടിയത്. എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു ലിങ്ക് കിട്ടിയതിൻ്റെ ഫലമായിട്ട് ഞാൻ ലിങ്കിൽ ജോയിൻ ചെയ്യുകയും എനിക്ക് ഉടമ്പടീനെ കുറിച്ചുള്ള വിവരങ്ങളും കിട്ടുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ ചോദിച്ചിട്ട് ആ കുട്ടി, അർച്ചന എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് സഹായിച്ചത് എന്നെ ഉടമ്പടി എങ്ങനെ എടുക്കണ്ടേന്നുള്ളതൊക്കെ. അതിന് മുന്നേ തന്നെ എനിക്ക് കാശ് രൂപവും മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത്രയും വിശ്വാസത്തിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടാനിരുന്ന ഒരു വലിയൊരു എമൗണ്ട് അവർ ഇനി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭാഗത്ത് ചെറിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ 3 മാസമായിട്ട് അവർ ആ പേയ്മെൻറ്റ് തരാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ സമയം കഴിഞ്ഞിട്ട് തരാൻ പറ്റില്ല. അതിൻ്റെ CEO അതിന് പ്രശ്നങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇനി പൈസ തരാൻ പറ്റില്ല, അതല്ലെങ്കിൽ ആദ്യം തുടങ്ങി അവസാനം വരെ 2ാമത് വർക്ക് ചെയ്തു കൊടുത്താൽ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അത് അത്രയും വലിയ എമൗണ്ടിൻ്റെ ഒരു വർക്കാണ്. എനിക്കത് ചെയ്യാൻ പറ്റില്ല. വീട് വിറ്റാൽ പോലും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും വലിയൊരു വർക്കായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഡിസംബർ 17-ാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. 30-ാം തീയതിക്ക് ഉള്ളിൽ എനിക്കതിനൊരു തീരുമാനം വന്നു. എന്താ അത്ഭുതം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് മൊത്തത്തിൽ തന്നെ അവർ വേറെ ഒരു അവരുടെ ലോഗോ, കളറ്, അതിൻ്റെ ക്വാണ്ടിറ്റി, നമ്പർ എല്ലാം ചേഞ്ച് ചെയ്തു. അത് അങ്ങനെ ഒരു സാധ്യതയേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം അത് ദുബായിലെ നമ്പർ 1 ഒരു ടാക്സി കമ്പനിയാണ്. അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ അവർ ചെയ്യില്ല. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവർ വേണ്ടാന്ന് വെക്കുകയും ആ ഫുൾ എമൗണ്ട് ആദ്യം പകുതി തന്നു. പിന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ജനുവരി തീരുന്നതിന് മുന്നേ തന്നെ ഫുൾ എമൗണ്ട് എനിക്ക് റിലീസ് ചെയ്തു തന്നു. പിന്നെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവിടെ അടച്ചു തീർക്കാനുള്ള ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ എനിക്ക് അടച്ചു തീർക്കാൻ വന്നു. പിന്നെ ഈ എൻ്റെ മോൾക്ക് ഒരു നേരം പാല് വാങ്ങി കൊടുക്കാൻ പറ്റാതെ ഞാൻ കരഞ്ഞു പോയ സമയങ്ങളുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കരഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. മാതാവ് എനിക്ക് എന്താ ഞാൻ ചെയ്യുക? എനിക്ക് അവൾക്ക് ഒരു പാല് വാങ്ങാൻ പോലും എൻ്റെ പൈസ ഇല്ല. ഒരു 10 ദിർഹം എനിക്ക് എടുക്കാനില്ല. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നത്. ആ സമയത്താണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ഫലമായിട്ട് ആ പേയ്മെൻറ്റ് കിട്ടുകയും പിന്നീട് അല്ലാതെയും ചെറിയ ചെറിയ വർക്കുകൾ വരികയും എനിക്ക് അവിടെ കുറച്ച് നാളും കൂടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ എൻ്റെ ചെക്ക് കേസ് അതവർ പറഞ്ഞു, ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ജയിലിലിരിക്കുക അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കുക. എനിക്കൊരു 10 രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് അവിടെ നിൽക്കുകയാണ്, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ അവർ ഓരോ ഓപ്ഷൻ തന്നു. 2 മാസത്തേക്ക് ജാമ്യം തരാം, അതിനുള്ളിൽ ഫുൾ എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് 12,000 ദിർഹംസ്, ഒരു 3 ലക്ഷം രൂപ അത് ഫുൾ അടയ്ക്കണമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കയ്യിൽ നാട്ടിലാണെങ്കിലും ഒന്നുമില്ല, എല്ലാം ബിസിനസ്സിൽ ഒലിച്ചു പോയി. ഇനി ഒന്നുമില്ല എടുക്കാനായിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഉടമ്പടിക്ക് ശേഷം വീണ്ടും ഈ കേസ് പൊങ്ങി വന്നു. അവരെന്നെ 2ാമത് ഇതിനൊരു തീരുമാനമാക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാർ പ്രശ്നമാക്കിയപ്പം വീണ്ടും അവിടെ നിന്ന് വിളി വന്ന് ഞാൻ പോയി, കോർട്ടിലൊക്കെ പോയി.
രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ജാമ്യം തരാൻ പറ്റില്ല. അപ്പോഴത്തേക്കും അതിൻ്റെ ലീഗൽ ചാർജസ് ഒക്കെ കൂടിയിട്ട് 21,000 ദിറംസായിട്ട് എമൗണ്ട് കൂടി. നാട്ടിൽ 5 ലക്ഷം രൂപകളായി. ഞാനിത് ഈ നിന്ന നിൽപ്പിൽ എവിടെ നിന്ന് അടയ്ക്കണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് കിട്ടിയ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ താലിയുടെ കൂടെ എവിടെ പോകുമ്പോഴും ഞാൻ ഇടും. കാരണം എനിക്ക് മാതാവ് മാത്രമേ ആശ്രയമുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ ഫുൾ എമൗണ്ട് നിങ്ങളിപ്പോൾ അടയ്ക്കുകയാണെങ്കിൽ ജാമ്യം ക്യാൻസൽ ചെയ്യും, ഫുൾ എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിൽ പോവാം, അതല്ലെങ്കിൽ ജയിലിലിരിക്കുക 2 മാസം അവർ ഡിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് അപ്പം തീരുമാനിക്കണം. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ എവിടെ നിന്നാണ് ഇത്രയും വലിയ എമൗണ്ടാണ് നിന്ന നിൽപ്പിൽ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം, ഞാൻ ജാമ്യം ക്യാൻസൽ ചെയ്യാണ്, ഉള്ളിലേക്ക് നടന്നോ എന്ന് പറഞ്ഞിട്ട് പകുതി വഴി വരെ എന്നെ കൊണ്ടുപോയി. എൻ്റെ മകള് എൻ്റെ കൂട്ടുകാരിയുടെ കയ്യിലിരിക്കുകയാണ്. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി നിന്നിട്ട് എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ മോളില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ മോൾ ആര് നോക്കും? ആരുമില്ല സഹായത്തിന്, ആരെ ഏൽപ്പിക്കും ഞാൻ? അവർക്ക് എത്ര നാൾ എൻ്റെ മകളെ നോക്കാൻ പറ്റും? എൻ്റെ മോള് ഞാനല്ലാണ്ട് വേറൊരാളെ കയ്യിൽ പോവില്ല. കാരണം അവിടെ ഈ ഫ്ലാറ്റിലൊക്കെയുള്ള താമസമായതുകൊണ്ട് ആരായിട്ടും മിങ്കിളല്ല, ഭക്ഷണം പോലും കൊടുത്താലും കഴിക്കില്ല. അങ്ങനെയുള്ള കുട്ടി 2.5 വയസ്സായിട്ടുള്ള കുട്ടി, അതും എനിക്ക് 8 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മോളുണ്ടായത്. അവളെ അങ്ങനെ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? മനസ്സ് തകർന്ന് കരഞ്ഞ് വിളിച്ച് ഞാൻ മാതാവിൻ്റെ ആ ലോക്കറ്റ് വിളിച്ചിട്ട് മാതാവേ എനിക്കൊരു വഴി കാണിച്ചു. പകുതി വരെ പോയപ്പോൾ എവിടെ നിന്നോ ഒരു പോലീസ് തന്നെ, ലേഡി പോലീസ് ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു 2.5 വയസ്സല്ലേ ഉള്ളൂ, എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക ആ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അവരെന്തോ അറബിയിൽ സംസാരിച്ചു. അപ്പോൾ അയാൾ നിൽക്ക് പറഞ്ഞ് കരയണ്ട, നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിലിടും, ഇല്ലെങ്കിൽ ഞാനൊരു വഴി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരെന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അപ്പോഴും മാതാവിനെ ഇങ്ങനെ എൻ്റെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാതാവ് എന്നെ വിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് സമയം കൂടിയും തരാം, ഞാൻ എപ്പോൾ വിളിച്ചാലും നീ വരണം, എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം, 1 മാസം സമയം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ അതെങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തിട്ട് ഞാൻ ഓടുമായിരുന്നു ശരിക്കും. പോലീസ് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാമെന്നല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പിന്നെയും ആ കേസും ഒന്നും കൂടി അത് ടൈറ്റാക്കി എനിക്ക് നോട്ടീസ് വന്നു, പറഞ്ഞു ജയിലിലിരിക്കുക, പുറത്തിറങ്ങിയാൽ എന്തായാലും അറസ്റ്റ് ചെയ്യും. അപ്പോൾ കൊച്ചിനെ കൊണ്ട് അകത്ത് പോയിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഉടമ്പടി എടുത്ത് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിടത്ത് ഈ സംഭവം വന്ന് ഞാൻ നേരെ പ്രാർത്ഥന തുടങ്ങി. 2 നേരം പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ട് കോർട്ടിൽ പോയിട്ട് ഡയറക്റ്റ് പോയി പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ, എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് നാട്ടിൽ പോകണം. കാരണം അവർ ട്രാവൽ ബാൻ ഇട്ടേക്കാം, നാട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക്. മകളൊക്കെ എങ്ങനെയും പറഞ്ഞേക്കാം, പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും പോവുക. ഈ കൊന്ത എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. വേറൊരു കൊന്തയുണ്ടായിരുന്നു, അതും കൊണ്ടിട്ടാണ് പോവുക. കാരണം അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊക്കെ സ്പീഡാവുന്ന പോലെ തോന്നാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു തടസ്സവും ഇല്ല, അത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പിന് വരും. അതുപോലെ അവിടെ പ്രോസിക്യൂഷനിലുണ്ടായിരുന്ന ആ ജഡ്ജി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ വന്ന് അതിൻ്റെ പോലീസുകാർക്കുള്ള നമ്പറുകളെല്ലാം എഴുതി തന്ന് അന്ന് തന്നെ എനിക്കൊരു തീരുമാനമാക്കി തന്നു. എന്നിട്ട് ഒരു ഡേറ്റും തന്നു, ഇന്ന ദിവസം വരണം, അന്ന് ജഡ്ജ്മെൻ്റാണ്, അന്ന് അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് മാർച്ച് 19-ാം തീയതി ജഡ്ജ്മെൻറ്റ് വരുന്ന ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട് അച്ഛൻ്റെ. അപ്പോൾ അന്നത്തെ ദിവസം ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് കേസിന് പോകുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ വിടുതൽ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അച്ഛൻ അത് എന്നോട് പറഞ്ഞ പോലെ തോന്നിയത്. ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടെ പോയത്. ഞാൻ പറയുകയും ചെയ്തു എൻ്റെ കൂട്ടുകാരി അടുത്ത്, അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് എന്നോടാ പറഞ്ഞത്, ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് വരും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരു അറബി, നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ് അറബി, എനിക്ക് അത് ഉറപ്പായിരുന്നു ഇന്ന് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ലേഡി ആയിരിക്കും എന്നുള്ളത്. അവിടെ ഒരു ലേഡി ആയിരുന്നു ആ പെണ്ണ്, എനിക്ക് എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്നു, ഒന്നും എനിക്ക് അറിയേണ്ടി വന്നില്ല. എല്ലാം അതും മുന്നേ ഉണ്ടായിരുന്ന പ്രോസിക്യൂഷനിലെ ആളും കൂടിയിട്ട് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് ചെയ്തു തന്ന് സിസ്റ്റത്തിൽ നിന്ന് ക്ലിയർ ആക്കിയിട്ടാണ് വിട്ടു തന്ന്. ഇനി എൻ്റെ പേരിൽ അവിടെ ഒരു കേസില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ആ പേയ്മെൻറ്റ് ആ ഫുള്ള് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് അതും എനിക്ക് ഈ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിക്ക് ശേഷം കിട്ടിയതാണ്. പിന്നെ മോൾക്കും വിസ ഇല്ല എന്ന് പറഞ്ഞല്ലോ, അതും അവൾക്ക് 13,000 ദിറംസ്, ഇപ്പോൾ ഏകദേശം 3-3.5 ലക്ഷം രൂപയോളം അതും ഫൈനായിട്ട് കിടക്കുകയാണ്. അവർ പറഞ്ഞു, അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡില്ല, വേറെ സ്ഥലത്തുള്ളത്, അപ്പോൾ ആളുടെ NOC ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നാട്ടിലേക്ക് വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പലരും പല അഭിപ്രായം, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായില്ല, ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നാണ്. പെട്ടെന്നാണ് എവിടുന്നോ ഒരു ദൈവദൂതനെ പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടാണ്, എന്തായി നിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് വന്ന് ആളെടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അതും ഇതുപോലെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾ മെസ്സേജ് ഇട്ടത്. ആൾ നാട്ടിലാണ്,
ഇങ്ങോട്ട് വന്നിട്ടില്ല, ദുബായിലേക്ക് വന്നിട്ടില്ല. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആൾ പെട്ടെന്ന് തന്നെ കയറി വരികയും ചെയ്തു. എനിക്ക് വേണ്ടി കയറി വന്ന പോലെയായിരുന്നു. കയറി വന്ന് അവിടുത്തെ ദുബായിലെ കോർട്ടിലും തശ്ശീലൊക്കെ പോയി നടന്ന് അത് 12,000 എന്നുള്ളത് എനിക്ക് 1,200 ദിർഹംസാക്കിയിട്ട് ഡിസ്കൗണ്ട് ആക്കി തന്നു. എക്സിറ്റും വാങ്ങിച്ചു തന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഏപ്രിൽ 2-ാം തീയതി ഇപ്പോൾ നാട്ടിലെത്തിയത്. എയർപോർട്ടിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് ബില്ലുകൾ അടയ്ക്കാനുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ അവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് PR പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പക്ഷേ എനിക്ക് അവിടെ യാതൊരു തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ വിശ്വാസ പ്രമാണവും ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് മാതാവിൻ്റെ എൻ്റെ ഈ രൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറുന്നവരേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇറക്കിയിട്ടുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടും എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് ഇതുപോലെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഒരു വർക്കിന് പോയ സമയത്ത് എനിക്ക് രാത്രി 11 സമയത്ത് ഒരു ഡെലിവറി കൊടുക്കാറുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥനയൊന്നും തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒരു വിശ്വാസം ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ഈ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 11 മണി നേരത്തെ ഒരു ടാക്സി ഇല്ല ആ ഭാഗത്ത്. എനിക്ക് സാധനം കൊടുക്കുകയും വേണം. ഞാൻ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ, ഒരു ഡ്രൈവറോ ഒരു മനുഷ്യനില്ല ആ ഭാഗത്ത്. അപ്പോൾ ഇറങ്ങി വരുന്ന നേരത്തിന് അവർ പറഞ്ഞു അവിടെ നിന്ന് ടാക്സി കിട്ടില്ല, നിങ്ങൾ ബുദ്ധിമുട്ടും, വലിയൊരു സാധനം ഉണ്ട് എൻ്റെ കയ്യിൽ, അത് കൊടുക്കും വേണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. രാത്രി ദുബായിൽ വേറൊരു സ്ഥലത്താണ്, റാഷിദ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. എന്ത് ചെയ്യണമെന്ന് അറിയാവുന്ന സമയത്ത് ഞാൻ ഈ ആദ്യമായിട്ട് അന്നാണ് ഞാൻ ആ കാശിരൂപം കയ്യിലിട്ടിട്ട് പറഞ്ഞത്, മാതാവേ എനിക്കൊരു വഴി കാണിച്ച് ഞാൻ മോളെ കൊണ്ട് എന്ത് ചെയ്യുക. അവൾക്ക് അന്ന് 9 മാസം പ്രായമായിട്ടുള്ളൂ. അവളെയും പിടിച്ച് ഞാൻ ഈ കിറ്റും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് പൊട്ടി മുളച്ച പോലെ ഒരു ടാക്സി മുന്നിൽ വന്നു. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഞാൻ പറഞ്ഞിട്ട് 2 സെക്കൻഡ് തികഞ്ഞിട്ടില്ല. അതിന് മുന്നാണ് ആ ടാക്സി എൻ്റെ മുന്നിൽ വന്നത്. നോക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ നാട്ടികയിൽ എൻ്റെ തൊട്ടടുത്തുള്ള തന്നെ ഒരു മലയാളി പയ്യൻ ഡ്രൈവർ, അവൻ എൻ്റെ മോളേനെയും കൂട്ടി ഞാൻ ആ ഡെലിവറി ചെയ്യുന്നവരെ എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തെന്നു. തിരിച്ച് ദുബായിൽ നിന്ന് ഷാർജയിൽ എന്നെ കൊണ്ടാക്കി. എൻ്റെ പൈസ ഇല്ല തിരിച്ചു പോകാനായിട്ട്, ആകെ 50 ദിർഹമേ ഉള്ളൂ. തിരിച്ചങ്ങോട്ട് എത്തണമെങ്കിൽ 100 ദിർഹം വേണം. പക്ഷെ അവൻ പറഞ്ഞു, ചേച്ചി പ്രശ്നം ഒന്നും വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം, ചേച്ചി ഒറ്റയ്ക്കല്ലേ, എന്താ ഒറ്റയ്ക്ക് ഈ നേരത്ത് വന്നത്, ഞാൻ ഇങ്ങനെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്, നമുക്ക് ക്ലയൻറ്റിനെ വിടാൻ പറ്റില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അയ്യോ പാവം കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫുൾ എൻ്റെ വീട് വരെ എന്നെ കൊണ്ടാക്കി തന്നു. ആകെ 50 ദിർഹമാണ് അവൻ വാങ്ങിയത്. 100 അവനത് നഷ്ടമാണ്, കാരണം അവൻ ടാക്സി ഓടിക്കുന്ന ആൾ, അവന് പ്രശ്നമാണ്, അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവന് കൊടുത്തത്. അതാണ് എനിക്ക് ആദ്യമായിട്ടും മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു അനുഭവം കിട്ടിയത്. അതന്ന് ഞാൻ ഉടമ്പടി പോലും ഞാൻ എടുത്തിട്ടില്ല. ഉടമ്പടി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഉടമ്പടിയിലോട്ട് വന്നത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം, ഡിസംബർ 17-ാം തീയതിക്ക് ശേഷം. അങ്ങനെ കുറേ പിന്നെ എനിക്ക് ഫുഡിന് ഒരു പ്രശ്നം പിന്നെ വന്നിട്ടില്ല, റെൻ്റ് കൊടുക്കാൻ ഒരു പ്രശ്നം വന്നില്ല. ഏതെങ്കിലുമൊക്കെ വഴിക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സഹായം എങ്ങനെയെങ്കിലും എത്തും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്ത് ഞാൻ ഓൺലൈനിൽ നമ്മുടെ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ദുബായിൽ ഇംഗ്ലീഷ് പത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ഫിലിപ്പീൻസിനും അവിടെ 2 ഉണ്ണിവളം എവിടെ പോകും മോളെ കൊണ്ടുപോകും. അവളെയും കയ്യിലെടുത്തിട്ട് തന്നെയാണ് ഞാനത് ഫുള്ള് നടന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ മാതാവിനെ കുറിച്ച് പറഞ്ഞ് കൊടുത്തു. 2-3 പ്രാവശ്യം അങ്ങനെ പ്രിൻ്റ് എടുത്ത് കൊടുത്തു. പിന്നെ ഷാർജയിൽ മലയാളികൾക്ക് ഇടയിൽ തന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ, അവിടെയും പള്ളിയിൽ പോയിട്ട് ഫുൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തായിരുന്നു, ഈ പേപ്പർ വിതരണം ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് പൈസ കിട്ടുന്ന നേരത്ത് നാട്ടിൽ പൈസ അയച്ചു കൊടുക്കും ചികിത്സാ സഹായത്തിലേക്ക്. 500 അല്ലെങ്കിൽ 500, 100 ആണെങ്കിൽ 100. ചെറിയ കുട്ടികളുടെ ചികിത്സയെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എനിക്ക്. ആ സമയത്ത് 100 ഉള്ളൂന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. 100 ആണെങ്കിൽ 100, 500 ആണെങ്കിൽ 500. പിന്നെ എല്ലാ ആഴ്ചയും ഭക്ഷണത്തിനുള്ള പൈസ ഒരു 5 പേർക്ക്, ഏറ്റവും കുറവ് 5 പേർക്കുള്ള പൈസ എങ്ങനെയെങ്കിലും ഞാൻ അയച്ചു കൊടുക്കും. അവർ കൃത്യമായി അവർക്ക് എത്താറുമുണ്ട്. അതാണ് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, എനിക്ക് അച്ഛൻ്റെ ടോക്ക് കേട്ട് അച്ഛനെ കാണാനായിട്ട് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വന്നു. എങ്ങനെയെങ്കിലും അച്ഛനെ കണ്ടേ മതിയാവും. പക്ഷെ നാട്ടിലേക്ക് വരാൻ എനിക്കൊരു ഓപ്ഷൻ ഇല്ല, കാരണം അന്ന് ട്രാവൽ ബാൻ മാറിയിട്ടില്ല. നാട്ടിലേക്ക് എപ്പോൾ വരുന്നത് എനിക്കൊരു അറിയില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ അച്ഛൻ ഓരോ രാജ്യങ്ങളിലൊക്കെ ധ്യാനത്തിന് പോകുന്നു കേട്ടപ്പോൾ വിചാരിച്ചു, ഇതുവരെയ്ക്കും ഷാർജയിലൊന്നും വന്നിട്ടില്ല, ഒരു പ്രാവശ്യം ഇങ്ങനെ ഷാർജയിൽ വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നല്ലോ മാതാവേന്ന് ഇങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ആഴ്ച തികയുന്നില്ല. ആ സമയത്ത് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു, അച്ഛൻ ഷാർജയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ സമയത്ത് ആ ഒരു ഇത് കണ്ട് ഞാൻ പൊട്ടിക്കരയായിരുന്നു. പൊട്ടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. ഞാനായിരുന്നു മാതാവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് കരഞ്ഞു ഞാൻ, മാതാവ് നീ എനിക്ക് വേണ്ടിയാണോ അച്ഛനെ പറഞ്ഞയക്കുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം ആ സമയത്ത് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അച്ഛനൊന്ന് കണ്ടാൽ മതി, എൻ്റെ മോളുടെ തലയിൽ വെച്ച് ഒരു അനുഗ്രഹം കിട്ടിയാൽ മതി, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അച്ഛനെ കാണാൻ പോയി. ആദ്യത്തെ ദിവസം കാണാൻ പറ്റിയില്ല, ഭയങ്കര തിരക്ക്, കാണാൻ പോലും പറ്റിയില്ല, കാരണം സ്ക്രീൻ വെച്ചിട്ടാണ് കണ്ടേ. 2ാമത്തെ ദിവസം മെനക്കെട്ട് രാവിലെ പോയി, അപ്പോഴും പറഞ്ഞു തിരക്കാണ്, അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഇരുന്നു, ഉച്ചവരെ അവിടെ ഇരുന്നു, 1 മണി വരെ ഞാൻ ഇരുന്നു. ഉപവാസം എടുത്തിട്ടാണ് പോയത്. മോളെ ഉപവാസം എടുത്തു ഞാൻ, പാവം. എന്നിട്ട്
ഉച്ചയായപ്പോൾ പറഞ്ഞു അന്ന് രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം അവിടെ ചെന്നിരുന്നിട്ട് ക്യൂവിൽ നിന്ന് പോയിട്ട് കുറേ നേരം നിന്നെങ്കിലും ലാസ്റ്റ് അച്ഛൻ്റെ ഒരു അനുഗ്രഹം കിട്ടി. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ എന്നെയും എൻ്റെ മോളേനെയും തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി. എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇനി തീരും, ഞാൻ ശരിയാവും, രക്ഷപ്പെടും എന്നുള്ളത്. ഈ പത്ര വിതരണം ചെയ്തതിന് ശേഷമാണ് ശരിക്കും എൻ്റെ ഈ കേസിൻ്റെ കാര്യം പെട്ടെന്ന് എനിക്ക് വിടുതൽ കിട്ടിയത്. പെട്ടെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര സ്പീഡാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ വിധി വരെയും കറക്റ്റായിട്ട് വിധി എന്നെ വിടുതലാക്കുകയും ചെയ്തു. ഈ പേപ്പർ കൊടുത്തതിന് ശേഷം അത് മനസ്സിൽ പറയുന്നുണ്ട്, നീ എങ്ങനെയും കൊടുക്കും. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് കുറേ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ആൻ്റണി എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ, അവൻ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഓരോ കാര്യങ്ങൾക്ക്. പ്രാർത്ഥന എങ്ങനെ ചൊല്ലേണ്ടത്, പിന്നെ ഓരോ പ്രാർത്ഥനകൾ അയച്ചു തരും, ബൈബിൾ വചനങ്ങൾ അയച്ചു തരും. അതെല്ലാം ഞാൻ ഡെയിലി മുടക്കാതെ ഇരുന്ന് ചൊല്ലുന്ന കുറച്ച് വചനങ്ങളുണ്ട്. മാതാവിനോടുള്ള പ്രാർത്ഥന, കാവൽ മാതാവിനോടുള്ള പ്രാർത്ഥന, അതെല്ലാം ചൊല്ലും. പിന്നെ 3 മണിക്ക് എണീറ്റ് കരുണക്കൊന്ത കൂടാറുണ്ട്. ഒരുപാട് വറീഡായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കരുണക്കൊന്ത ചൊല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടും. പിന്നെ എനിക്കുള്ള എല്ലാ സംശയങ്ങളും എങ്ങനെയാണെന്നുള്ളത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ നിന്ന് കിട്ടും. ഡെയിലി ബ്രെഡ് അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനം, എല്ലാ ദിവസവും ധ്യാനത്തിൻ്റെ ഓരോ വീഡിയോ പോപ്പപ്പ് ചെയ്ത് വരുമ്പം അതിരുന്ന് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക്. എല്ലാ ദിവസവും കേൾക്കും. അപ്പോൾ അതിൻ്റെ തലേന്ന് ദിവസം എന്തൊക്കെ എനിക്ക് ഡൗട്ടുകൾ തോന്നിയിട്ടുണ്ടോ അത് പിറ്റേ ദിവസം ആ വീഡിയോയിൽ കറക്റ്റായിട്ട് വരും. എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട്, എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഈ ഇത് വരുന്നത്. കാരണം എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് ആരോടും ചോദിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. കറക്റ്റായിട്ട് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്ന് തന്നെ എല്ലാ ഉത്തരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ യേശുവിനോടുള്ള എൻ്റെ ആരാധന എന്നുള്ളത് ഇപ്പം തുടങ്ങിയതല്ല, ചെറുപ്പം തൊട്ടേ ഉണ്ട്. 8ാം ക്ലാസ് തൊട്ടിട്ട് എൻ്റെ കൂടെ ഒരു കൊന്തയുണ്ട്. ഞാൻ ഹിന്ദു ആണ്. എന്താണെന്നറിയില്ല, എനിക്ക് ക്രൂശിത രൂപത്തിനോട് എപ്പോഴും ഒരു വിഷമോ സങ്കടമായിരുന്നു. പ്രാർത്ഥിക്കാറുണ്ട് ഇടയ്ക്ക് എപ്പോഴും. എല്ലാ കാലത്തും എൻ്റെ കൂടെ ഒരു കൊന്തയുണ്ട്. ഞങ്ങളുടെ വണ്ടിയിലും കൊന്തയുണ്ട്. എല്ലാ കാലത്തും കൊന്ത വയ്ക്കാറുണ്ട് ഞാൻ. കാരണം അതെന്നെ സേവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. കാരണം ആ കൊന്ത പോയ സമയത്ത് ഞങ്ങൾക്ക് എന്നും അപകടമായിരുന്നു. വണ്ടിയിൽ നിന്ന് പോയ സമയത്ത് ഒരു ദിവസം 3 പ്രാവശ്യം വരെ അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി. അപ്പോൾ പണ്ട് മുതലേക്ക് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഞാനത് വിടാൻ ഉദ്ദേശിച്ചില്ല. എപ്പോഴാണ് എനിക്ക് കറക്റ്റായ പാതയിൽ ഞാൻ എത്തിയത് എനിക്ക് മനസ്സിലായി. സങ്കീർത്തനം 94:14. കർത്താവ് തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല, അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ അവിടുത്തെ ജനമാണ്. ശ്യാമിലി ഒരു കഷ്ടതയുടെ സമയങ്ങൾ കടന്നുപോയപ്പോൾ ദൈവത്തിലേക്ക് ആശ്രയിക്കുകയാണ്. വചനം കേട്ട് പ്രാർത്ഥിച്ചു, കർത്താവിനെ ശ്രവിക്കുകയാണ്. അതേപോലെ തന്നെ വിശ്വാസം പ്രഖ്യാപിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ശ്യാമിലി ഇടയ്ക്ക് പറയുകയുണ്ടായി, വീട് വിറ്റാൽ പോലും പരിഹരിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്നാൽ ദൈവം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടാനുള്ള തുക കൂടി ലഭിച്ചുകൊണ്ട് അവിടെ കൂടുതൽ കാലം നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടായിട്ടും അതെല്ലാം മാറ്റി ഇളവ് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് വരുവാനും എല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്, കൃപ കൊണ്ടാണ് ഇന്നിവിടെ എത്തുവാനായിട്ടെല്ലാം സാധിച്ചത്. നമ്മുടെ കഷ്ടതയുടെ സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ബാധ്യസ്ഥം വഹിക്കുന്നു. കഷ്ടതയുടെ സമയങ്ങളിലെല്ലാം ഈശോയുടെ കുരിശിൻ്റെ കൂടെ അമ്മ നടന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വന്ന് സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.